ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. നിങ്ങളോട് ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സോ ഒന്നും ഇടാനല്ല വന്നിരിക്കുന്നത്. നിങ്ങളോടൊരു നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നിങ്ങൾക്കറിയാലോ, ആകർഷണ നിയമം. ആകർഷണ നിയമത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കേണ്ട കുറേ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള വഴികളുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് ചിലപ്പോൾ വെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം. എന്തായാലും എന്ത് വേണമെങ്കിലും നമുക്ക് ആഗ്രഹിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നോ അതായിരിക്കും നമ്മളുടെ ജീവിതത്തിലേക്കും വരുന്നത്. നല്ലത് ചിന്തിച്ചാൽ നല്ലത് തന്നെ വരും. ചീത്തതാണോ ചിന്തിക്കുന്നത് അത് ചീത്തത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു അഫർമേഷൻ വെച്ചാൽ തന്നെ അത് മാനിഫെസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമ്മളുടെ ഉള്ളിൽ വേറെ ചിന്തകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ അഫർമേഷൻ നടക്കില്ല. അത് ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഓരോ കാര്യത്തിനും വേണ്ടി അഫർമേഷൻ വെക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇന്ന് വരെ ഒന്നും മാനിഫെസ്റ്റ് ആയിട്ടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതിന് കാരണം നമ്മളിപ്പോൾ ഒരു 10 കാര്യങ്ങൾ എടുത്താൽ 9 കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചിട്ട് ഒരു കാര്യം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. അതായത് ഇപ്പം നിങ്ങൾക്ക് മണിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക, അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഉടനെ തന്നെ ഓർക്കും, യൂണിവേഴ്സ് എനിക്ക് കുറച്ച് പണം വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അഫർമേഷൻ വയ്ക്കും, എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ്, നമ്മൾ പണം വേണം എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പണം കിട്ടിയതിന് നന്ദി, നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ആ പണം നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കാര്യം നടന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കാര്യത്തിന് നന്ദി എന്ന് പറയുക. പിന്നെ നിങ്ങൾ ആ കാര്യം വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇത് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതായത് അങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല. അതായത് ഞാൻ ഓരോ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നുള്ള അറിവും ഞാൻ കോഴ്സ് ചെയ്തതിൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ബുക്ക് വാങ്ങിച്ച് വായിക്കാൻ നോക്കുക. അതായത് റോണ്ട ബെന്നിൻ്റെ ദ സീക്രട്ട് എന്ന ബുക്കാണ്. അത് വളരെ നല്ല ബുക്കാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും എല്ലാം അതിൽ മാനിഫെസ്റ്റായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ബുക്കൊന്ന് വാങ്ങിച്ച് വായിക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ബുക്കിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഞാനത് പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ദിവസം തുടങ്ങുന്ന ആ രാവിലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ നമുക്ക് ചിന്തിക്കാനുണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ ദിവസം മുഴുവനും അതായിരിക്കും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ടെൻഷനാണെങ്കിൽ ടെൻഷൻ തന്നെയായിരിക്കും, സന്തോഷമാണെങ്കിൽ സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നമ്മൾ ദിവസം കുറിക്കാൻ ശ്രമിക്കുക. അതായത് പറ്റുമെങ്കിൽ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക. നമ്മൾക്ക് ഇന്നോളം കിട്ടിയ കാര്യങ്ങൾക്ക് എല്ലാം നന്ദി എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുക. ഏത് കാര്യത്തിനും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരുള്ളൂ. നമ്മൾ ഏത് ഇഷ്ടദൈവം നിങ്ങളുടെ ആരായാലും അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവം, നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ദൈവം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം പല രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ദിവസം തുടങ്ങുമ്പോൾ തന്നെ ദൈവമേ ഇന്നീ തന്ന ദിവസത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അത് മനോഹരമാക്കി തന്നതിന് നന്ദി എന്ന് പറയുക. അപ്പോൾ നമുക്കിന്ന് ആ ഒരു ദിവസം മനോഹരമായി തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ അധികം സമയമൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. വളരെ കുറച്ച് നമ്മുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതേപോലെ മൂന്നാമതൊരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സർസൈസ് ചെയ്യുക. എക്സർസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു എക്സർസൈസ് എടുത്ത് നമുക്ക് യൂട്യൂബിലോ എന്തെങ്കിലും നോക്കി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. അതും അല്ലെങ്കിൽ ഒരു പാട്ടിട്ടിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. എന്തായാലും നമ്മുടെ ബോഡി ഒന്ന് പവറാക്കണം. നമ്മുടെ ബോഡി പവറായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കുകയുള്ളൂ.
അല്ലെങ്കിൽ നമ്മളെപ്പോഴും ക്ഷീണവും അതുപോലെ തന്നെ സങ്കടവും ഒക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യവും നമ്മൾ ചിന്തിച്ച് നടക്കത്തില്ല. അതേസമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നുണ്ട്, വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ചിന്ത കേന്ദ്രീകരിച്ച് നമുക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നമുക്ക് എന്താണോ അഫർമേഷൻ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾക്ക് നടപ്പാകും. ഉറപ്പാണ് ആ കാര്യത്തിന്, യാതൊരുവിധ സംശയമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ അതേപോലെ തന്നെ ഓരോ വീഡിയോയിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ എന്നെ അറിയാവുന്നവരായിരിക്കും. അവർ ചോദിക്കും എന്ത് അനുഗ്രഹങ്ങളാണ്, ഞങ്ങളുടെ മുമ്പിലൊന്നും കിട്ടിയിട്ടില്ലെന്ന്. പക്ഷേ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കൊരു സ്ഥാപനമുണ്ട്, ബ്യൂട്ടി പാർലർ. ഒരു 6 വർഷം നമുക്കറിയാമല്ലോ കൊറോണയുടെ സമയമൊക്കെ. ആ കൊറോണ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സഫർ ചെയ്തു ആ പാർലർ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം ഏറ്റവും ആദ്യം അടക്കുന്നതും ഏറ്റവും അവസാനം തുറക്കുന്നതും ബ്യൂട്ടി പാർലറുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ അതുവരെയുള്ള വാടക കൊടുക്കലും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണ്ടേ. അപ്പം ഞാൻ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുകയും ചെയ്ത് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ കുറേ ബുക്കുകൾ വായിച്ചു. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയെടുക്കാനും പറ്റി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും, പുരുഷന്മാരല്ല കേട്ടോ, കൂടുതലും നമ്മൾ സ്ത്രീകളാണ് വീട്ടിലെ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് മാനേജ് ചെയ്ത് നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ദേഷ്യപ്പെട്ടിരുന്നാൽ അവർക്ക് ദേഷ്യം വരും. നമ്മളിപ്പോൾ കുട്ടികളോട് തന്നെ ആവശ്യമില്ലാതെ അവരോട് നമ്മൾ ദേഷ്യപ്പെടും. നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിലിരിക്കുമ്പോഴായിരിക്കും അവരൊന്നൊരു കാര്യം ചോദിക്കുന്നത്, അപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ടല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളോടൊന്നും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷം വരും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും, അമ്മ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇന്നെന്താ അമ്മയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ, അപ്പം ഞങ്ങളും മാറാം എന്ന് കുട്ടികളും വിചാരിക്കും. പിന്നെ നമ്മുടെ ജീവിത പങ്കാളിയും മാറാൻ ശ്രമിക്കും, അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും. അപ്പോൾ നമ്മൾ അതേ അനുസരിച്ച് മുന്നോട്ട് പോവുക, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ചിന്തിച്ചോ, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ഉറപ്പാണ്. എൻ്റെ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. നമുക്ക് എന്താണോ നല്ലത് മാത്രം ചിന്തിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ മൈൻഡ് ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് പെരുമാറിയേക്കണതൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളതൊക്കെ ഓർത്തിരുന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി അത് കത്തിച്ച് കളയുക. നിങ്ങൾ ഏത് കാര്യങ്ങൾ ഒരു അഫർമേഷൻ നിങ്ങൾ വെക്കാൻ പോകുന്നുണ്ടോ അതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ആദ്യം നമ്മളുടെ ആരോടൊക്കെയാണോ നമുക്ക് വൈരാഗ്യമുള്ള, ആരോടൊക്കെയാണോ നമുക്ക് സങ്കടങ്ങളുള്ളത്, നമ്മളോട് പെരുമാറിയത് വെച്ച് ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും സങ്കടങ്ങളൊക്കെ വരും. ആ സങ്കടങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതി കത്തിച്ച് കളയുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആകും. നിങ്ങൾ ഒരു ദിവസം എഴുതി കത്തിക്കുക, 2ാമത്തെ ദിവസം ചെയ്യുക, 3ാമത്തെ ദിവസം ചെയ്യുക, അങ്ങനെ ഓരോ ദിവസവും ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ഒന്നും എഴുതാനുണ്ടാവില്ല. നിങ്ങൾ വളരെ ഹാപ്പി ആവും. അപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് കാര്യമാണോ പ്രാർത്ഥിക്കുന്നത് അത് നടപ്പാകും, അത് ഉറപ്പാണ്. ചിലർ ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഓർക്കും, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു, ഇതൊന്നും ചെയ്യാതെ എനിക്ക് നടന്നിട്ടുണ്ടല്ലോ എന്നും പറയാം, ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് നടന്നിട്ടില്ലല്ലോ എന്നും പറയാം. കാരണം നമ്മൾ ഒരു കാര്യം ആകർഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പം നമ്മൾ ഒരു സദ്യ കഴിച്ചു എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും കൂടി ഒരു സദ്യക്ക് പോയിട്ട് അവിടെ നല്ല സദ്യയായിരുന്നു, ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സദ്യയായിരുന്നു. ഒത്തിരി ഐറ്റം ഉണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി അച്ചാറുകളും തൊടുകറികളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു 5 പേര് നമ്മൾ ഒന്നിച്ചല്ല, ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടി പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉടനെ ചോദിക്കണം, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ്, സദ്യ വളരെ നല്ലതായിരുന്നു, പക്ഷേ അതിനകത്ത് പായസത്തിന് അല്പം മധുരം പോരായിരുന്നു, സാമ്പാറിന് അല്പം ഉപ്പും കുറവായിരുന്നു എന്ന് പറയും. പക്ഷേ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ബാക്കി എത്രയോ കറികൾ അതിനകത്തുണ്ടായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നല്ലതുണ്ടായിരുന്നു അതിനകത്ത്. ആ നല്ലതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, നല്ലത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു, അവിടെ നമ്മളൊരു പക്ഷേയിട്ട് നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ നെഗറ്റീവാണ്. നമ്മളപ്പോൾ അത്രയും കാര്യങ്ങൾ നല്ലൊരു കാര്യങ്ങൾ ആ പാചകക്കാരനുണ്ടാക്കിയത്, ബാക്കിയെല്ലാം നല്ലത്. ഇതിനകത്ത് 2 കാര്യം വന്നപ്പോഴത്തേക്കും മോശം എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് നമ്മുടെ ചിന്താഗതികളും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞ് അവസാനം ഇത് നടക്കുമോ, ഇനി ഞാനിത് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ, ഇതൊക്കെ നടക്കാനും പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ഞാനിത് നിങ്ങളോട് എടുത്ത് ഞാൻ പറയുവാണ്, നിങ്ങൾ ഓരോരുത്തരും ഏത് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങൾ സംശയമില്ലാതെ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ഏതാഗ്രഹിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ എന്താണോ, മണിയാണെ മണി, എന്താണെങ്കിലും
നിങ്ങളുടെ കരിയറാണ് കരിയർ, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് അഫർമേഷൻ വയ്ക്കാം. ഒന്നല്ലെങ്കിൽ എഴുതി നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു കൃത്യ ടൈം എടുത്തിട്ട് ആ ടൈമിൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം പറയുക, അതിനെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമുക്ക് കിട്ടിയതായിട്ട്, നമുക്ക് ഇപ്പോൾ പണം കിട്ടിയതിന്, എനിക്കൊരു 1000 രൂപ കിട്ടിയതിന് നന്ദി എന്ന് നിങ്ങളൊരു പല പ്രാവശ്യമായിട്ട് നിങ്ങളിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് പല പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യം നമുക്കത് നടക്കും, അത് ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോ ഓഫ് അട്രാക്ഷൻ. 2 കാര്യങ്ങളാണ് അതിൽ ഞാൻ പറഞ്ഞത്. നമ്മുടെ ആകർഷണ നിയമത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. നമ്മളൊരു കല്ലെടുത്ത് മേളിലേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, അത് താഴേക്ക് തന്നെ പോരുന്നില്ലേ? ഒരു കട്ടിയുള്ള കല്ലാണ് നമ്മൾ വലിച്ചെറിയുന്നെങ്കിൽ അത് വളരെ സ്പീഡിൽ താഴെ പോരും. അതുപോലെ നമ്മളൊരു പഞ്ഞിക്കെട്ട് പോലെ വളരെ കനം കുറഞ്ഞൊരു സാധനമാണ് നമ്മൾ മേളിലേക്ക് വേണമെങ്കിൽ അത് പതിയാണ് നമുക്ക് പോകുന്നത്. അപ്പം അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ചിന്തകളും. നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലതായിട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അതേ സമയത്ത് നമ്മളതിൽ സംശയം വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നടക്കാൻ വളരെ പ്രയാസമാണ്, പതിയെ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇനിയും ഞാൻ അടുത്ത വീഡിയോയിലും കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, എല്ലാവർക്കും പ്രയോജനമാകുമല്ലോ, അങ്ങനെ എൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും ഞാൻ പഠിച്ച കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് കൂടി പകർന്നു തരാൻ പറ്റും എന്നെനിക്ക് തോന്നി. ഇത് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്കിലും ഞാനും കൂടി നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഓക്കെ, നിങ്ങളും എന്നോടൊപ്പം ചേരുക. ഓക്കെ, ബൈ.